ഇവിടുത്തെ മാവിൽ മാങ്ങ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ പത്രവും കായ്ക്കും. പത്രം കായ്ച്ചാൽ ഇതാ ഇങ്ങനെ മാങ്ങ തുള്ളിപ്പറിക്കുന്നത് പോലെ തുള്ളിപ്പറിച്ച് പത്രമെടുത്ത് വായിക്കും. അങ്ങനെ ഒരു അതിശയ മാവാണിത്. ഇനി ഞങ്ങൾ ഓണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം, ഓണം കഴിഞ്ഞ് പിറ്റേ ആ പൂവ് വാരില്ല, രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് പൂവ് വാരുക. മൂന്നാമത്തെ ദിവസം പൂവ് വാരിയതിന് ശേഷം ശ്രീപോതി ഇല, ശ്രീപോതി അഥവാ ചിയോതി എന്നൊക്കെ പറയുന്ന ഈ ഇല അന്ന് ലക്ഷ്മി, ശ്രീ ഭഗവതി ലക്ഷ്മിയെ കയറ്റുന്നതിന് സമാനമായി ഇത് പൂക്കളത്തിലിട്ട് മകം നാൾ ഉച്ച വരെ ഈ പൂവിടണം. മകന്നാൾ ഉച്ച കഴിഞ്ഞ് വാരി കളയും. പിന്നീട് അടുത്ത വർഷത്തെ ഓണത്തിനാണ് പൂവിടുക. അപ്പോൾ മകം ആയെന്ന് പായസമൊക്കെ വയ്ക്കും. അതിനൊരു പ്രത്യേക ചടങ്ങൊക്കെ ഉണ്ട്. ശ്രീപോതിക്ക് പ്രസാദം വയ്ക്കലും ഒക്കെ ഉണ്ട്. അതാണ് കണ്ണൂരിലെ ചടങ്ങ്.